നമസ്കാരം. ഇന്ന് നാം സംസാരിക്കുന്നത് കുടിവെള്ളത്തെക്കുറിച്ചാണ്. കുടിവെള്ളത്തിൽ മൈക്രോ പ്ലാസ്റ്റിക് കണങ്ങളെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത്. കടൽ ജലത്തിലും കിണർ ജലത്തിലുമെല്ലാം മൈക്രോ പ്ലാസ്റ്റിക് കണങ്ങൾ ധാരാളം ഉണ്ടായിട്ടുണ്ട്. ഉൾനാടൻ കിണറുകളിലെ ജലാശയത്തിൽ പോലും ഒരു 20 ലിറ്റർ വെള്ളമെടുത്ത് പരിശോധിച്ചാൽ 28 മൈക്രോ കണങ്ങൾ ആ വെള്ളത്തിൽ കാണുന്നു എന്നുള്ള അതിശയിപ്പിക്കുന്ന വിവരം, അതിശയിപ്പിക്കുകയല്ല, വിഷമിപ്പിക്കുന്ന വിവരങ്ങളാണ് ലഭിക്കുന്നത്. ഈ മൈക്രോ പ്ലാസ്റ്റിക് കടൽ ജലത്തിൽ കൂടി, മത്സ്യസമ്പത്തിൽ കൂടി, മത്സ്യത്തിൽ കൂടി നമ്മുടെ ശരീരത്തിൽ എത്തിച്ചേരുന്നുണ്ട്. പിന്നെ നമ്മുടെ കിണറുകളിൽ എങ്ങനെയാണ് ഈ ഉൾനാടൻ കിണറുകളിൽ 20 ലിറ്ററിൽ വെള്ളം എടുത്തപ്പോൾ 28 മൈക്രോ പ്ലാസ്റ്റിക് കണങ്ങളെ കണ്ടെത്തിയത്? അത് കിണറിൻ്റെ മുകളിൽ വരിക്കുന്ന നേരിയ പ്ലാസ്റ്റിക് വലകൾ, കിണറിന് വെള്ളം മുക്കാൻ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് കയറുകൾ, ഇതൊരു കാലം വരെ വെക്കാൻ പാടുള്ളൂ. അത് വെയിൽ കൊണ്ട് തരികളായി വെള്ളത്തിലേക്ക് വീണു പോകും. പ്ലാസ്റ്റിക് കയറുകൾ അതുപോലെ തന്നെ പൊടിയായിട്ട് നമുക്ക് വെള്ളം കൈകൊണ്ട് വലിക്കുമ്പോൾ തന്നെ മനസ്സിലാവും പൊടിയുന്നുണ്ട് എന്ന് നമുക്കൊരു ധാരണ വരും. അയലുകളിലൊക്കെ തുണി അലക്കാൻ ഇട്ട് കഴിഞ്ഞാൽ ഒരു പരിധി കഴിയുമ്പോൾ നമുക്ക് തുണി അതിൻ്റെ മുകളിൽ പിടിച്ച പോലെ നമുക്ക് തോന്നും. അപ്പോൾ ആ പൊടിയായി മാറുകയാണ്. ആ പ്ലാസ്റ്റിക് പരുപരിപ്പ് വരികയാണ് ചെയ്യുന്നത്. നമ്മളതൊന്നും ശ്രദ്ധിക്കില്ല, പൊട്ടി വീഴുമ്പോൾ മാത്രമേ ശ്രദ്ധിക്കുള്ളൂ. അപ്പോൾ കിണറിൻ്റെ മുകളിൽ വിരിക്കുന്ന നേരിയ വലകൾ, അതുപോലെ തന്നെ കിണറിൽ വെള്ളം കോരാൻ ഉപയോഗിക്കുന്ന കയറുകൾ, അത് പ്ലാസ്റ്റിക് കണങ്ങളായിട്ട് വെള്ളത്തിൽ വീഴും. ആ വെള്ളമാണ് നമ്മൾ കഴിക്കുക. നമ്മൾ കുടിക്കുന്ന ഒരു ഗ്ലാസ് വെള്ളം പോലും ശുദ്ധമല്ല എന്നുള്ളതാണ് സത്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മുടെ കടൽ വെള്ളത്തിൽ, കോഴിക്കോട് മുതൽ കണ്ണൂർ വരെയുള്ള കടൽ വെള്ളത്തിൽ 20 ലിറ്റർ കടൽ വെള്ളം എടുത്താൽ 68 മൈക്രോ പ്ലാസ്റ്റിക് കണങ്ങളാണ് കണ്ടെത്തിയത് എന്നുള്ളത് നമ്മളതിൽ മനസ്സിലാക്കിയിരിക്കണം. ഇതിൽ 38 എണ്ണം നാര് രൂപത്തിലുള്ള പ്ലാസ്റ്റിക് കണികകളാണ് കണ്ടെത്തിയിരിക്കുന്നത്. കടൽ വെള്ളത്തിൽ പെയിന്റിന്റെ അംശവുമുണ്ട്. 20 ലിറ്റർ കടൽ വെള്ളം എടുത്ത് പരിശോധിച്ചപ്പോൾ 70 പെയിന്റിന്റെ അംശമാണ് അതിൽ കണ്ടെത്തിയിരിക്കുന്നത്. അപ്പോൾ കടൽ വെള്ളത്തിൽ എത്രമാത്രം മാലിന്യം മനുഷ്യൻ കലർത്തുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് ഇതെല്ലാം. ഉൾപ്രദേശത്തെ കിണറുകളിലാണ് 28% പ്ലാസ്റ്റിക് കണങ്ങൾ കണ്ടെത്തിയത്. റോഡ് സൈഡിലുള്ള കിണറുകളിൽ 35-40 വരെ കണങ്ങളാണ് കണ്ടെത്തിയിരിക്കുന്നത്. അത് തന്നെയായിരിക്കും ശരാശരി ഉൾനാട്ടിലെ കിണറുകളിലെല്ലാം ഉണ്ടാവുക. മുഴുവൻ കിണറുകൾ നമ്മൾ പരിശോധിക്കില്ലല്ലോ, നമ്മൾ കുറച്ച് കിണറുകൾ സാമ്പിൾ എടുത്തിട്ടാണ് നമ്മൾ പരിശോധിക്കുക. അപ്പോൾ ഈ കിണറുകളിലെ ജലങ്ങളിൽ പ്ലാസ്റ്റിക് ഉണ്ടെന്നുള്ള ബോധം മനുഷ്യന് ഇതുവരെ തോന്നിയിട്ടില്ല. പലപ്പോഴും പറയുമ്പോൾ അത് ചെവി കൊള്ളില്ല, കേൾക്കില്ല. പക്ഷേ പ്ലാസ്റ്റിക് കണങ്ങൾ സ്വന്തം വീട്ടുമുറ്റത്തെ കിണർ ശുദ്ധമാണെന്ന് പറയുന്നവർ മനസ്സിലാക്കുക, കോളിഫോം ബാക്ടീരിയ വേറെ ഉണ്ട്, അതല്ലാതെ പ്ലാസ്റ്റിക് കണങ്ങൾ ഉണ്ട്. അപ്പം നമ്മളെ ആന്തരിക അവയവങ്ങളിലെല്ലാം എത്രമാത്രം പ്ലാസ്റ്റിക് കണങ്ങൾ ഒരു ദിവസം എത്തിച്ചേരുന്നു എന്നുള്ളതിന് കണക്കില്ല. ഒരു ലാഭനഷ്ടം നോക്കണ്ട, സ്വന്തം കിണർമുറ്റത്തെ പ്ലാസ്റ്റിക് വലകൾ ഇന്ന് തന്നെ മാറ്റി പുതിയ വലകൾ ഇട്ടോളൂ. അതുപോലെ വെള്ളം മുക്കാൻ ഉപയോഗിക്കുന്ന ബക്കറ്റിന്റെ കയറ്, അത് പിന്നെ എന്തായാലും മാറ്റണം. ഒരു പൊതു കിണറാണെങ്കിൽ പോലും അത് പെട്ടെന്ന് മാറ്റണം. അതിനുള്ള സംവിധാനങ്ങൾ കണ്ടെത്തണം. ഒരാൾ മാറ്റണം എന്ന് വിചാരിച്ച് കാത്തിരിക്കരുത്. നമ്മൾ കുടിക്കുന്ന വെള്ളമാണ്. അപ്പോൾ സ്വന്തം വീട്ടിലെ കിണറിന്റെ വെള്ളം ശുദ്ധമാണെന്ന് ഇതുവരെ ധരിച്ചു വെച്ചതൊക്കെ മാറ്റിമറിക്കേണ്ട ഒരു അവസ്ഥയാണ് വന്നിരിക്കുന്നത് നമ്മൾക്ക്. പ്ലാസ്റ്റിക് കണങ്ങൾ കടലിൽ 68% പ്ലാസ്റ്റിക് കണങ്ങളൊക്കെ കണ്ടെത്തിയ സ്ഥലങ്ങളുണ്ട്. പ്ലാസ്റ്റിക് കണങ്ങൾ, അപ്പോൾ ആ പ്ലാസ്റ്റിക് കണങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ജാഗ്രത നമ്മൾ പുലർത്തേണ്ടിയിരിക്കുന്നു. എന്താണ് മൈക്രോ പ്ലാസ്റ്റിക്? പ്ലാസ്റ്റിക്കിൽ നിന്ന് വിഘടിച്ച് വരുന്ന പദാർത്ഥമാണ് മൈക്രോ പ്ലാസ്റ്റിക്. 5 മില്ലിമീറ്റർ താഴെ കനമുള്ളതും, അതുപോലെ തന്നെ പ്ലാസ്റ്റിക് വലകളും, അതുപോലെ തന്നെ പ്ലാസ്റ്റിക്കിന്റെ ചെറിയ ബോട്ടിലുകളും, പ്ലാസ്റ്റിക്കിന്റെ കയറുകളും, ഇത് അൾട്രാ വയലറ്റ് രശ്മികൾ, സൂര്യനിൽ നിന്ന് വരുന്ന അൾട്രാ വയലറ്റ് രശ്മികൾ ഏൽക്കുമ്പോഴും ഋതുഭേദങ്ങൾ കാരണവും മഴയും മഞ്ഞും വെയിലും എല്ലാം കൊണ്ടും ഈ പ്ലാസ്റ്റിക് ഈ ചെറു കണങ്ങളായിട്ട് വേർതിരിക്കും.
അത് മണ്ണിൽ പോയാലും വിഷമം തന്നെയാണ്, വെള്ളത്തിൽ മാത്രമല്ല. നൈലോൺ, പോളിയെത്തിലിൻ, പോളിപ്രോപ്പിലിൻ ഈ രൂപത്തിലാണ് കാണുന്നത് കൂടുതൽ. മനുഷ്യരില് കരൾ, വൃക്ക, ശ്വാസകോശം ഇവയിലെല്ലാം പ്ലാസ്റ്റിക് കണങ്ങൾ കണ്ടെത്തിയതായിട്ട് കണ്ടെത്തിയിട്ടുണ്ട്. ആ കണ്ടെത്തലുകൾ മൂലമാണ് ഇതുപോലെ ഒരു വീഡിയോയും കൂടി നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത്. നമ്മൾ കുടിക്കുന്ന കുടിവെള്ളം ശുദ്ധമാകണമെങ്കിൽ നാം സൂക്ഷ്മതയോടുകൂടി, കഴിഞ്ഞ കാലങ്ങൾ പോലെയല്ല ഇനി വരാനുള്ള കാലങ്ങൾ, നമ്മൾ ഈ അറിവില്ലായ്മ കൊണ്ട് നമ്മൾ സംഭവിച്ച നമ്മളുടെ കിണറുകളിലൊക്കെ പ്ലാസ്റ്റിക് കയർ കെട്ടി അത് പൊട്ടുന്ന വരെ, ബക്കറ്റ് പൊട്ടുന്ന വരെ ഉപയോഗിക്കുന്ന ആ കാലമൊക്കെ മാറ്റേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് കിണറും സുരക്ഷിതമായ വലകളും അത് കാലപ്പഴക്കം കൊണ്ട് കേടുവരുന്നത് വരെ കാത്തിരിക്കാൻ ഇടവരുത്താതെ ആ വലകൾ മാറ്റി പുതിയ വലകൾ, അത് കലണ്ടറിൽ എഴുതി വെക്കുക തന്നെ, അല്ലെങ്കിൽ ഡയറിയിൽ എഴുതി വെക്കുക തന്നെ വേണം. നമ്മുടെ കയറ് മാറ്റിയ ഡേറ്റും വല മാറ്റിയ ഡേറ്റും എല്ലാം, എന്നിട്ട് അത് നോക്കി ഒരു 3 വർഷത്തിനുള്ളിൽ, 3 വർഷം ഉപയോഗിക്കരുതെന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. 3 വർഷം ഉപയോഗിക്കുമ്പോഴത്തേക്ക് അത് പൊടിഞ്ഞ് നിങ്ങളുടെ വെള്ളത്തിൽ എത്തിയിരിക്കും. അത് നമുക്ക് സൂക്ഷ്മത കണ്ണുകൊണ്ട് കാണാൻ കഴിയില്ല. ടെസ്റ്റ് ചെയ്തെങ്കിൽ മാത്രമേ അവയെപ്പറ്റി നമുക്ക് അറിയുള്ളൂ. അത് ടെസ്റ്റ് ചെയ്യാനൊന്നും നമുക്ക് കൊടുക്കാനുള്ള സമയവും സന്ദർഭവും സ്ഥലവും നമുക്ക് കണ്ടെത്താൻ കഴിയില്ല എന്നുള്ളതാണ് പ്രധാന കാര്യം. പ്ലാസ്റ്റിക് വിഷയത്തെക്കുറിച്ച് പറയുമ്പോൾ ധാരാളം പറയാനുണ്ട്. നമ്മുടെ ദേഹത്തിട്ടിരിക്കുന്ന വസ്ത്രത്തിൽ തന്നെ പ്ലാസ്റ്റിക്കിന്റെ അംശം എത്രയുണ്ട്? അതിലെ ബട്ടൺ, അതിലെ നൂലുകൾ എല്ലാം പ്ലാസ്റ്റിക് മയമാണ്. എവിടെ നോക്കിയാലും പ്ലാസ്റ്റിക് മയമാണ്. പ്ലാസ്റ്റിക്കിനെ അവോയ്ഡ് ചെയ്യാൻ നമുക്ക് കഴിയില്ല. പക്ഷേ സൂക്ഷ്മതയോടുകൂടി അത് സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട, അത്രമാത്രമേ പറയാൻ പറ്റുള്ളൂ. നമ്മൾ PVC പൈപ്പിൽ കൂടി വരുന്ന വെള്ളം പോലും എത്ര ശുദ്ധമാണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? നമ്മളെ വെള്ളത്തിൻ്റെ ടാങ്കിലുള്ള വെള്ളം ചൂടായിട്ട് വൈകുന്നേരം എത്തുമ്പോഴത്തേക്ക് അത് ചത്ത വെള്ളമായിട്ടാണ് മാറുന്നത്. ജലം ചത്ത വെള്ളമാവുക, ചൂട് ചട്ടി ചത്ത വെള്ളമായിട്ടാണ് നമുക്ക് ടാങ്കിൽ നിന്ന് ലഭിക്കുന്നത്. കിണറിൽ നിന്ന് മുക്കിയെടുക്കുന്ന വെള്ളത്തിൻ്റെ തണുപ്പും ആ ശുദ്ധതയും ടാങ്കിൽ നിന്ന് ലഭിക്കുന്ന വെള്ളത്തിനുമില്ല. അപ്പോൾ പ്ലാസ്റ്റിക് മയമായ നമ്മുടെ ലോകത്ത് നമുക്ക് ജീവിച്ചു പോവുക വലിയ വിഷമം തന്നെയാണ്. ഏതായാലും അടുത്ത ഒരു വീഡിയോയുമായി വീണ്ടും വരാം. നന്ദി, നമസ്കാരം.